2 ശമൂവേൽ 1-ാം അധ്യായം. ശൗൽ മരിക്കുകയും ദാവീദ് അമാലേക്യരെ സംഹരിച്ച് മടങ്ങി വന്ന് സിക്ലാഗിൽ 2 ദിവസം പാർക്കുകയും ചെയ്ത ശേഷം 3-ാം ദിവസം ഒരാൾ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ശൗലിന്റെ പാളയത്തിൽ നിന്ന് വന്നു. ദാവീദിന്റെ അടുക്കലെത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുകയാകുന്നു എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, കാര്യം എന്തായി, പറക എന്ന് ചോദിച്ചു. അതിനവൻ, ജനം പടയിൽ തോറ്റോടി, ജനത്തിൽ അനേകർ പട്ടുവീണു, ശൗലും അവന്റെ മകനായ യോനാഥാനും കൂടെ പട്ടുപോയി എന്ന് ഉത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട് ദാവീദ്, ശൗലും അവന്റെ മകനായ യോനാഥാനും പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചതിന്, വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ പറഞ്ഞത്, ഞാൻ എതിർച്ചയ ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയും അവനെ തുടർന്നടുക്കുന്നതും കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു വിളിച്ചു. അടിയൻ ഇതാ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. നീ ആരെന്ന് അവൻ എന്നോട് ചോദിച്ചതിന്, ഞാനൊരു അമാലേക്യൻ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലേണം, എന്റെ ജീവൻ മുഴുവനും എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്തു ചെന്ന് അവനെ കൊന്നു. അവന്റെ വീഴ്ചയുടെ ശേഷം അവൻ ജീവിക്കയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവന്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാൻ എടുത്ത് ഇവിടെ യജമാന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. ഉടനെ ദാവീദ് തന്റെ വസ്ത്രം പറിച്ചു കീറി. കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. അവർ ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയത് കൊണ്ട് വിലപിച്ചു കരഞ്ഞു. സന്ധ്യ വരെ ഉപവസിച്ചു. ദാവീദ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട്, നീ എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന്, ഞാൻ ഒരു അന്യജാതിക്കാരന്റെ മകൻ, ഒരു അമാലേക്യൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദാവീദ് അവനോട്, യഹോവയുടെ അഭിഷിക്തനെ സംഹരിക്കേണ്ടതിന് കൈ ഓങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എങ്ങനെ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു, നീ ചെന്ന് അവനെ വെട്ടിക്കളക എന്ന് പറഞ്ഞു. അവൻ അവനെ വെട്ടിക്കൊന്നു. ദാവീദ് അവനോട്, നിന്റെ രക്തം നിന്റെ തലമേൽ, യഹോവയുടെ അഭിഷിക്തനെ ഞാൻ കൊന്നു എന്ന് നീ നിന്റെ വായ് കൊണ്ട് തന്നെ നിനക്ക് വിരോധമായി സാക്ഷീകരിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി. അവൻ യഹൂദാ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പിപ്പാൻ കൽപ്പിച്ചു. ഇത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേലെ, നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി, വീരന്മാർ പട്ടുപോയത് എങ്ങനെ, ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ. അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ. ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുതേ. അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങൾ ഇല്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച തന്നെ. നിഹതന്മാരുടെ രക്തവും വീരന്മാരുടെ മേധസ്സും വിട്ട് യോനാഥാന്റെ വില്ല് പിന്തിരിഞ്ഞില്ല. ശൗലിന്റെ വാൾ വൃഥാ പോന്നതുമില്ല. ശൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു. മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. അവർ കഴുകനിലും വേഗവാന്മാർ, സിംഹത്തിലും വീര്യവാന്മാർ. ഇസ്രായേൽ പുത്രിമാരെ, ശൗലിനെ ചൊല്ലിക്കരവിൻ. അവൻ നിങ്ങളെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ചു, നിങ്ങളുടെ വസ്ത്രത്തിന്മേൽ പൊന്നാഭരണം അണിയിച്ചു. യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയതെങ്ങനെ, നിന്റെ ഗിരികളിൽ യോനാഥാൻ നിഹതനായല്ലോ. യോനാഥാനെ, എന്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. നിൻ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. വീരന്മാർ പട്ടുപോയതെങ്ങനെ, യുദ്ധായുധങ്ങൾ നശിച്ചുപോയല്ലോ.